ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്. ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ഓൾറെഡി ടാക്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചാനൽ മോണിറ്റൈസേഷൻ ആയവരും ആകാത്തവരും. ആയവരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ആകാത്തവർ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സൻസിൽ പല സ്റ്റെപ്പും ചെയ്യേണ്ടതുണ്ട്. ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ഒക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പേയ്മെന്റ് വന്നോളും. പിന്നെ നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ടാക്സ് കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് എന്നുള്ളത്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ID വെരിഫിക്കേഷൻ പോലെ, അഡ്രസ് വെരിഫിക്കേഷൻ പോലെ, ബാങ്ക് ഡീറ്റെയിൽസ് പോലെ ഒരു തവണ കൊടുത്താൽ മതിയെന്ന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഇപ്പോൾ പലർക്കും മെയിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ എക്സ്പയർ ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഫണ്ട് റവന്യൂ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഡിലേ ആവാനും മറ്റ് തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് എത്രയും വേഗത്തിൽ നിങ്ങളോട് റീസബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പുതുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഓരോ ക്രിയേറ്ററും മനസ്സിലാക്കണം, നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അത് ഏത് ഡേറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ അതിന് മുന്നേ യൂട്യൂബ് ഈ ഒരു ഇമെയിൽ അയക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ആദ്യത്തെ തവണ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും നമ്മൾ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് ആയി കിട്ടാൻ പലർക്കും പ്രോബ്ലം വരുന്നുണ്ട്, ഡിലേ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ടാക്സിന്റെ ആ ഒരു ഡേറ്റ് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തേലും കാരണവശാൽ ഇത് ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് നമുക്ക് കിട്ടാതാകും, ഡിലേ ആകും. അതുതന്നെ വലിയ രീതിയിലുള്ള ടാക്സ് അവർ പിടിച്ചിട്ടാണ് നമുക്ക് തരിക. ഏകദേശം 24% ഒക്കെ അവർ പിടിച്ചിട്ട് ബാക്കിയാണ് നമുക്ക് തരിക. അപ്പൊ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ളത്. അത് മോണിറ്റൈസേഷൻ ആയവരും ആകാത്തവരും മനസ്സിലാക്കുക. ഇനി മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ചെയ്തിട്ട് എന്നാണ് അത് എക്സ്പയർ ആകുന്നത് എന്നുള്ളത് നോക്കുക. ഒരുപാട് പേർക്ക് ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ എക്സ്പയർ ആകുന്നുണ്ട്, നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അങ്ങനെ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യുക. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ അത് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പല തടസ്സങ്ങളും വരാം. അപ്പൊ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേയ്മെന്റ് ഇൻഫോ എന്നുള്ള ഭാഗം എടുക്കുക. അങ്ങനെ പേയ്മെന്റ് ഇൻഫോ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് സെറ്റിംഗ്സ് എന്നുള്ളത് കാണാം. അങ്ങനെ മാനേജ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫോ എന്നുള്ളത് കാണാം. അവിടെ ജസ്റ്റ് ആ ഒരു പെൻസിൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏത് ഡേറ്റിനാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്, അതുപോലെ ഏത് ഡേറ്റിലാണ് ഇത് എക്സ്പയർ ആകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം December 31, 2026 അതായത് അടുത്ത വർഷം 2026 വരെ ഇവർക്ക് ടാക്സ് ഓക്കെ ആണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ 2025 ഒരു ഡിസംബർ, നവംബറിലൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പയർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആകാൻ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങൾ ടാക്സ് ഇൻഫർമേഷൻ റീസബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.